ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ ഇത് കിടക്കണ നേരമായപ്പോഴേക്കും ഒന്ന് പതുക്കെ ഒന്ന് ഡൗണായി. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. വല്ലാണ്ട് ഉഷാറൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടെ, പ്രഷറും ഷുഗറൊന്നും വലിയ കൂടുതലും കുറവൊന്നുമില്ല. പക്ഷേ അങ്ങോട്ട് ഉഷാറായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കണം, അറിയില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിച്ചു തുടങ്ങി. എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഡോക്ടർ പറഞ്ഞ പോലെ എങ്ങനെയാണോ ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തിരുന്നത് അതുപോലെ അങ്ങോട്ട് കൃത്യമായിട്ട് കഴിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഫോളോ ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം എൻ്റെ മുമ്പ് ഞാൻ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന കാര്യങ്ങൾ, എൻ്റെ റൂട്ടീൻ. അപ്പോൾ കുറേ പേര് അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇനി ശരിയാ അങ്ങനെ വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാതും ഒഴിവാക്കി വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നത്. അതായത് നമ്മൾ ഷുഗർ ലോ ആവുകയും ഒക്കെ ഉണ്ടായത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെക്കപ്പിലൊന്നും ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നമില്ല എന്നുള്ള ഒരു ഇതുമ്മ നടക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഉറക്കത്തിൻ്റെ ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു 7:30-8 മണിയോട് കൂടിയിട്ട് ഞാൻ എല്ലാതും അവസാനിപ്പിച്ച്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മണി 2 മണി വരെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യമായാലും അതെ, ഞാൻ ഒരു നിങ്ങൾക്കറിയാം, എൻ്റെ ഫോൺ നോക്കിയാൽ എന്നെ സ്ഥിരം കോൺടാക്റ്റ് ചെയ്യുന്നവർക്കറിയാം. മറ്റേത് ശരിക്കും 24 മണിക്കൂറിൽ ഒരു 20 മണിക്കൂറും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിക്കാറുണ്ട്. കാരണം പുറമേയുള്ള കുട്ടികളൊക്കെ രാത്രിയിലാണ് അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഉറക്കം പോവുകയും അതുവഴി ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഡോക്ടർ സ്ട്രിക്റ്റായിട്ട്, ഡോക്ടർ മാത്രമല്ല നിങ്ങളെല്ലാവരും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് ആൻറ്റിയുടെ ഉറക്കം ശരിയല്ല, ഉറക്കം ശരിയാക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, നിങ്ങളെല്ലാവരും പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ മാത്രമല്ല എനിക്കും അത് ശരിയാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്താ പറയുക പാലിച്ചു തുടങ്ങി. കാരണം ഇങ്ങനെ ഒരു കൃത്യം കണിച്ചില്ലാത്തൊരു ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അപകടങ്ങൾ വരുത്തി വയ്ക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എൻ്റെ കണ്ണിൻ്റെ തടമൊക്കെ ഭയങ്കരമായിട്ട് കറുത്തു തുടങ്ങി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി, തലചുറ്റ് അങ്ങനെ വന്നപ്പോൾ ഇനി ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ ഇന്ന് ശനിയാഴ്ച ദിവസം നിങ്ങളോട് സ്വതവേ ഞാൻ പറയാറുണ്ട്, അവരാർക്ക് ഇഷ്ടമുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ കുട്ടികൾ ക്ലാസ്സിൽ പോകണ്ടാത്ത കാരണം, പ്ലേ സ്കൂളിലേക്ക് പോകണ്ടാത്തത് കൊണ്ട് തന്നെ അവർ സമാധാനത്തിൽ കുട്ടികൾ എണീക്കുമ്പോൾ സമാധാനത്തിൽ എണീക്കുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഡിവൈനും കുട്ടികളും സമാധാനത്തിൽ ഇറങ്ങി വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോൺ ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട്. പിന്നെ ഡിംപിളായാലും പാച്ചു എണീക്കുമ്പോൾ എണീറ്റാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സമാധാനത്തിൽ എണീറ്റ് വന്നത്. അപ്പോൾ ഞാൻ വേഗം എണീറ്റ് 2 പഴം നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, വേഗം പുഴുങ്ങി കഴിഞ്ഞാൽ ചാക്കോച്ചനായാലും പാച്ചുവിനായാലും ഡാഡിക്കായാലും ആർക്ക് വേണമെങ്കിലും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാത്രം കണ്ടിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ്, എവിടെ നിന്നാണെന്നൊക്കെ. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 20-25 വർഷം പഴക്കമുണ്ടാവും ഈ പാത്രത്തിന് കേട്ടോ. ഇത് ശരിക്ക് മുട്ട പുഴുങ്ങാം, പച്ചക്കറി ആവിയിൽ വേവിക്കാം, ചോളം നമ്മുടെ കോൺ വേവിക്കാം, അതായത് ആവി കയറ്റാവുന്ന എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ആ 2 പഴം കണ്ടു, തൊലിയൊന്ന് കറുത്തു തുടങ്ങി. പിന്നെ ഇവർ തിന്നില്ല. അപ്പോൾ ഡാഡി പ്രത്യേകിച്ച് കളർ മാറിയാൽ തൊടില്ല. അപ്പം ഞാൻ വേഗം അതൊന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ ചാക്കോച്ചിന് വലിയ ഇഷ്ടമാണ് പഴം മുഴുങ്ങിയത്. അവന് തിന്നാൻ കറക്റ്റ് പാകം. അപ്പം ഒത്തിരി കൂടുതലൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ അത് പൊളിച്ച് അതിൻ്റെ അരി കളഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കറക്റ്റ് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ശരിക്കും 2 എണ്ണം അതിൽ കൊണ്ടുവിട്ടു. ഇപ്പോൾ മുട്ടയായാലും മുട്ട ഒന്ന് കഴുകി ഇതിനകത്ത് വെച്ച് ഇത്ര മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ അത് അങ്ങോട്ട് വെന്തോളും. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് ചെയ്യാം. ആപ്പിൾ പുഴുങ്ങണമെങ്കിലോ എന്ത് ചെയ്യണമെങ്കിലും ഇതിനകത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പാത്രം അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കുറേ മുമ്പ്, ഞാൻ പറഞ്ഞില്ല അത്രയും വർഷം മുമ്പ്, എനിക്ക് തോന്നുന്നു മറ്റേ കൺമഷി സിനിമയുടെ ഡബ്ബിങ്ങിന് ഞങ്ങൾ മദ്രാസിൽ പോയപ്പോൾ അവിടെ നിന്ന് ഏതോ കടയിൽ നിന്ന് ഇതും പിന്നെ കുഞ്ഞിഡ്ഡലിയുടെ തട്ട് അതൊക്കെ അപ്പം വാങ്ങിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. കുറേ തമിഴ്നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി കുട്ടി സ്റ്റീൽ പാത്രങ്ങൾ, നല്ല കൗതുകമുള്ള പാത്രങ്ങൾ കിട്ടും. ഇപ്പോൾ ഇവിടെ കിട്ടി തുടങ്ങി, പക്ഷെ അന്നൊക്കെ അവിടെയാണ് കൂടുതൽ സ്റ്റീൽ പാത്രങ്ങൾ കിട്ടുക കേട്ടോ. കുഞ്ഞു ഡവറകൾ, അങ്ങനെയുള്ള പാത്രങ്ങൾ പല ഷേപ്പിലുള്ളതൊക്കെ. അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞില്ലേ പ്രഷറും ഷുഗറും നോക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഫാസ്റ്റിങ്ങിൽ എടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഞാൻ എടുക്കും. അപ്പോൾ ചിലതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് റീഡിങ് എഴുതി വയ്ക്കണം. അപ്പോൾ ഞാനത്
എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് വാട്സപ്പ് ചെയ്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച നോക്കിയിട്ട് പറ്റിയെങ്കിൽ പോകണം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതുവരെ വേറെ കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഈ നേരത്താണ് ഞാൻ പെട്ടെന്ന് എനിക്ക് വയ്യാണ്ടായതും എന്താ പറയുക തല ചുറ്റിയതും ഹോസ്പിറ്റലിൽ പോയി. ഇതൊക്കെ കഴിഞ്ഞ ശനിയാഴ്ച ഈ സമയത്താണ് കേട്ടോ. ചിരിച്ചും കളിച്ചും വർത്താനം പറയണതിൻ്റെ ഇടയിലാണ് പെട്ടെന്നാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ആഴ്ച നല്ല തിരക്കല്ലായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രഷറും കൂടി നോക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അഡ്മിറ്റായി 4 നേരം അവർ മോണിറ്റർ ചെയ്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളിവിടെ വീട്ടിൽ ചെയ്തോളാം. പിന്നെ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കാഞ്ഞതും അഡ്മിറ്റ് ആവാഞ്ഞതൊക്കെ കേട്ടോ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വല്ലാണ്ട് കൂടുതലും ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മുമ്പത്തേക്കാളൊക്കെ കുറച്ചും കൂടി ഒരു ഉഷാറൊക്കെ തോന്നുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ചുമയുണ്ട്. ചുമ പിന്നെ പറയണത് ഒരു വില്ലനായിട്ട് എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു പനി കഴിഞ്ഞ് വന്നതിന് ശേഷം ചോദിക്കുന്നവർക്കൊക്കെ 1 മാസമായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി എന്ന് പറയണ ചുമയാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞാനിത് ശരിക്കും 20 മിനിറ്റിലാണ് ടൈമറിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ടാണ് വിട്ടത്. 20 15 മിനിറ്റിലാട്ടോ, തെറ്റി പറഞ്ഞതാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ സമയമാകുമ്പോൾ അത് വെന്ത് അവിടെ നിന്നോളും. അപ്പോൾ എടുക്കുക വീണ്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഇൻഡക്ഷൻ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമ്മൾ കുട്ടികൾ ഉള്ളപ്പോൾ പണിയെടുക്കാനായാലും നമ്മൾ മറന്നു പോകാമെന്നുള്ളൊരു പ്രശ്നമില്ല. ടൈമറിൽ ഇട്ടിട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡ് മുട്ടയുണ്ട്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു അവർ കോൺഫ്ലേക്സ് കഴിച്ചോളാമെന്ന്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ അന്ന് മൂണും സ്റ്റാർസും കോൺഫ്ലേക്സിൻ്റെ വലിയൊരു കവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ ഡിവൈനും ഡിംപിളും അത് കഴിച്ചോളാമെന്ന് പറഞ്ഞു. ഡോണിന് പിന്നെ അതാണ് ഇഷ്ടം, പക്ഷേ ഡോൺ ഇല്ലല്ലോ. അപ്പോൾ ഡാഡി പറഞ്ഞു ഡാഡിക്ക് ബ്രെഡ് മുട്ടയും മതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു നേന്ത്രപ്പഴവും കഴിച്ചു. ഞാൻ നോക്കിയപ്പോൾ പഴം നല്ല കുഞ്ഞിപ്പഴം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുട്ടുണ്ടായിരുന്നു, ഇന്നലത്തെയാന്ന് തോന്നുന്നുണ്ട്, അതെടുത്ത് ആവി കയറ്റി, ഇന്നലത്തെയോ മിനിയാത്തെയാന്ന് തോന്നുന്നുണ്ട്, അതെടുത്ത് ഞാൻ ആവി കയറ്റി കഴിച്ചു. കുട്ടികൾക്കുള്ള പാല് ഞാൻ കാച്ചി അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ചായയും വെച്ചു. അപ്പോൾ അതോട് കൂടിയിട്ട് രാവിലത്തെ പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞു. കാരണം ഡോണും ഇല്ല, അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ചെയ്യണ്ടില്ല. അപ്പോൾ രാവിലെ തന്നെ ഡിംപിള് സാരിയുടെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ അത് വീഡിയോ എടുത്തു. അപ്പോൾ ഡോൺ വന്ന് ചായ കുടിക്കാൻ കേട്ടോ. ഡോൺ വന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയണം, ബാംഗ്ലൂർ പോയി വന്നതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, 3 ആൾക്കും ചെരുപ്പ്. ഇത് കണ്ടില്ലേ, സ്പൈഡർമാൻ്റെ ചെരുപ്പ്. എന്താ സന്തോഷമായിരുന്നതെന്നറിയോ. നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്കായാലും ഭാര്യയ്ക്കായാലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഡാഡി എപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ വേണ്ട എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ സ്വഭാവം ഡോണിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡോൺ എവിടെ പോയി വന്നാലും എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 പേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഡോൺ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവൻ വന്നിട്ട് കിടന്ന് ഉറങ്ങാമെന്നായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോൺ പറയായിരുന്നു പണ്ടത്തെ പോലെ ഒറ്റ സ്ട്രെച്ചിന് കാർ ഓടിച്ച് വരാൻ പറ്റണില്ല. പണ്ടൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞാൽ 6-7 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എത്തും, അങ്ങനത്തെ ഒരു സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പ്രായവും കഴിഞ്ഞില്ലേ, പ്രായമായി. അന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നല്ല ചോരത്തിളപ്പുള്ള സമയം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെയുള്ള സമയമാണ്. ഇപ്പം അതൊക്കെ മാറിയില്ലേ. പിന്നെ കുറേ ദിവസത്തെ ഉറക്കത്തിൻ്റെ ക്ഷീണം ബാക്കിയിട്ട് പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പോയതാണ്, ഇന്നലെ തന്നെ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് വണ്ടികൾ കൊണ്ടുവരാണ്ടായിരുന്നു. അപ്പോൾ അവർ 3 പേര് കൂടി പോയിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഡിംപിളിൻ്റെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിംപിൾ ഇന്ന് പനക്കലിലേക്ക് പോവുകയാണ്. അപ്പോൾ കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ പരിപാടികളായതുകൊണ്ട് ആൻസൺ വന്നെങ്കിലും ആൻസൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇന്ന് പിന്നെ അവർക്ക് ഓണാഘോഷ പരിപാടികളുണ്ട് പ്ലേ സ്കൂളിൽ. അപ്പോൾ അതിൻ്റെ ഡാൻസ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ ആദ്യത്തെ ഒരു സംഭവമല്ലേ, അപ്പോൾ അത് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇന്ന് പോവും. നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു ആൻസൺ മടങ്ങും. അപ്പോൾ അതോട് കൂടിയിട്ട് ഡിംപിളും മോനും തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അങ്ങനെ റോബോട്ടിനെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും തോമും ഇതുമ്പോൾ കയറിയിരുന്നു. ഡിവൈൻ കിച്ചണിൽ കയറി ഇതേ പരിപ്പ് മുളക് കാച്ചി കുത്തിപ്പൊടി ഇട്ട് കാച്ചി, വെണ്ടക്കായ 4 ഉണ്ടായിരുന്നു, അതെടുത്ത് പച്ചടി പോലെ വെച്ചു. പിന്നെ മറ്റേ ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഡിംപിള്, മറ്റേ പടവലങ്ങ, അതെടുത്ത് തോരനും വെച്ചു. ചോറുണ്ടു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഉണ്ട് കേട്ടോ, ഞാനും ഡോണും ഡിവൈനും ആദ്യം ഉണ്ട്. ഇവർ വരാൻ കുറച്ച് ലേറ്റായി.
വന്നു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി ഇനി പോണത് തോമും പാച്ചും ഡോണും ഡിവൈനൊക്കെ കൂടെ ഒന്നിച്ചാൽ പോണേ. ഞാനും ഡാഡിയും പോകണില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സെപ്റ്റംബർ 15-ാം തീയതി നമ്മൾ പറഞ്ഞല്ലോ പരിപാടി ഉണ്ടെന്ന്. ആ പരിപാടിക്ക് വിളിക്കാൻ കൂടിയിട്ടാണ്. അപ്പം മുനമ്പത്തേക്ക് വിളിക്കാൻ പോകണമല്ലോ, അപ്പോൾ അതും കൂടിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരൊന്നിച്ചാണ് പോണത് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവർ വേഗം പോകാനുള്ള ഒരു പുറപ്പാടാണ്. അപ്പോൾ പാച്ചു എന്ന് വെച്ചാൽ ഫുൾ വൈബിലാണ് കേട്ടോ. ആകെ എന്താ പറയുക, ചില ദിവസം എണീറ്റ് വരുമ്പോൾ കുട്ടി ചട്ടമ്പിയായിട്ട് എണീറ്റ് വരിക. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു മൂഡിലാണ് വന്നേക്കണത്. അപ്പോൾ തുള്ളി എന്താ പറയുക. പക്ഷേ ഇപ്പോൾ വീണ്ടും ഭക്ഷണം കഴിക്കാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര വിഷമമാണ്, നമുക്ക് സങ്കടമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴല്ലേ കഴിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഓക്കാനിക്കാൻ ഛർദ്ദിക്കാനൊക്കെ കാണിക്കുമല്ലോ. അങ്ങനെ ഡോൺ ഇതുവരെ ഡോൺ കിടന്ന് ഉറങ്ങായിരുന്നു കേട്ടോ. സുഖമായിട്ട് ഒന്ന് കിടന്നുറങ്ങി. എന്നാലും ഉറക്കക്ഷീണം ബാക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അവൻ ഉറങ്ങാൻ പോയപ്പോൾ കുട്ടികളെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ വന്നാലും അങ്ങോട്ട് മറന്നുറങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചാക്കോച്ചൻ്റെ പുതിയ ഡ്രസ്സാട്ടോ. പുതിയ ഡ്രസ്സ്, ഇതിന് പിന്നിലൊരു വാലും ഉണ്ട്. അപ്പം ഞങ്ങൾ കളിയാക്കായിരുന്നു അവനെ. ബാക്കിലൊരു വാലുമായിട്ട് ഇങ്ങനെ 4 കാലുമ്പോൾ നടക്കുമ്പോഴാണ് അത് കാണുന്നത്. കണ്ടോ, ഒരു കുഞ്ഞ് വാല് ബാക്കിൽ. അപ്പോൾ അങ്ങനെ ചാക്കോച്ചൻ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു തുമ്പ് കിട്ടിയാൽ നമ്മൾ പിടിച്ച് നടക്കാമെന്ന് പറയില്ലേ, അതുപോലെയാണ്. കിട്ടിയതുമേ ഇങ്ങനെ പിടിച്ച് കയറുക, ഓടി നടക്കുക, അങ്ങനെയാണ്. പക്ഷെ കൈവിട്ട് ഇങ്ങനെ നിന്ന് തുടങ്ങിയതായിരുന്നു, നടക്കാനുള്ളൊരു ധൈര്യം വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവന് ഇത്തിരി കനുള്ള കാരണം എണീക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ട് തോന്നുന്നുണ്ട്. അവനങ്ങോട്ട് ആയിട്ടില്ല. അപ്പോൾ ഡിവൈൻ പറയണ്ടായിരുന്നു തോമും ബർത്ത്ഡേയുടെ ഒരാഴ്ച മുമ്പാണ് നടന്നു തുടങ്ങിയെന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ അവനോ ഇപ്പോൾ ഒരാഴ്ചയും കൂടെ ഉള്ളൂ. സെപ്റ്റംബർ 13 ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാസം സെപ്റ്റംബർ മാസം ഞങ്ങൾക്ക് നല്ലൊരു മാസം, മാതാവിൻ്റെ മാസമാണ്. 8 നോയമ്പ് നാളത്തോടു കൂടി അങ്ങോട്ട് കഴിയും. ഭയങ്കര എന്താ പറയുക, ഭയങ്കര നമുക്ക് ഏറ്റവും നല്ലൊരു വർഷം, ഏറ്റവും നല്ല ഒരു നോയമ്പിൻ്റെ ദിവസങ്ങളായിരുന്നു. നമ്മുടെ എല്ലാ മംഗളകാര്യങ്ങളും രണ്ട് കാര്യമില്ലേ നടന്നത്, രണ്ടും ഈ ദിവസങ്ങളിലാണ്. അപ്പം മാതാവിൻ്റെ, ഞാൻ എപ്പോഴും പറയില്ലേ, മാതാവിനോട് നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മുടെ അമ്മമാരോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും നമുക്കത് സാധിപ്പിച്ച്, ചിലപ്പോൾ ഇത്തിരി വൈകും, പക്ഷേ വൈകിയാലും അതും നല്ലതിനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാത്തിരിക്കില്ലേ. അപ്പോൾ അതാണ് കേട്ടോ. അങ്ങനെ ഇവർ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ്. കാരണം പാച്ചു ഇനി കിടന്നുറങ്ങും. പാച്ചു ഉറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം കുറവാണ് കേട്ടോ. മുമ്പാണ് മുടി ഇങ്ങനെ പിടിച്ച് വലിച്ചിട്ടാണ് കിടന്നുറങ്ങുക. ഇപ്പം അതേ പണിയും ഇവിടെ ചാക്കോച്ചനും കിട്ടിയിട്ടുണ്ട്, മുടി പിടിക്കൽ. സോറി കേട്ടോ, എൻ്റെ ആ ചുമ മുഴുവൻ അങ്ങോട്ട് മാറിയിട്ടില്ല. ഇപ്പോഴും കുത്തിയുള്ള ചുമയുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രമല്ല, ഞാനിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോഴും അവരും ഇങ്ങോട്ട് പറയുമ്പോൾ ഞങ്ങൾക്കും അതേ ഇത് കഴിഞ്ഞിട്ട് ചുമയായിരുന്നു എന്നിട്ട് അവരും 2 ചുമയ്ക്കും. അപ്പോൾ എൻ്റെ വിചാരം എനിക്ക് എന്തോ വലിയ പ്രശ്നമാണെന്നാണ്. പക്ഷെ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇതെല്ലായിടത്തും ഉള്ളതാണ്, പനി കഴിഞ്ഞിട്ടുള്ള ചുമ എന്ന് തോന്നി. അങ്ങനെ ചാക്കോച്ചന് ഭയങ്കര സന്തോഷമായി. ചാക്കോച്ചനെ വല്ലപ്പോഴല്ലേ നമ്മൾ പുറത്തേക്ക് കൊണ്ടുള്ളൂ, അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇവർ വണ്ടി പുറത്തിട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ വണ്ടി കയറ്റിയിട്ടില്ല. അതാണ് ഇവർ അങ്ങോട്ട് അവിടം വരെ പോണത്. അപ്പോൾ അത് കഴിഞ്ഞ് ശരിക്കും 3:15 ആവാറായിട്ടുണ്ട് കേട്ടോ. ഇവർ ഇറങ്ങുമ്പോൾ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. കാരണം ഊണൊക്കെ കഴിഞ്ഞ് കുറേ ലേറ്റായിട്ടാണ് ഇവർ വന്നത് തന്നെ. എന്നിട്ടാണ് ഊണ് കഴിഞ്ഞിട്ട് ഇറങ്ങിയത്. അങ്ങനെ അവർ അവിടുന്ന് പോയി കഴിഞ്ഞ് ഡാഡി പറഞ്ഞു കുറച്ച് നേരം ഞാനൊന്ന് കിടന്ന് എണീറ്റിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉച്ചയ്ക്ക് കിടന്ന ഒറ്റ ഉറക്കം ഉറങ്ങും. ആ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീറ്റാൽ എനിക്ക് ഒന്നിനും വയ്യാത്ത പോലെ ഒരു തോന്നല, വെറും മടിയാണ് കേട്ടോ, അല്ലാണ്ട് ഒരു വയ്യായി എനിക്കില്ല. കാരണം എല്ലാ ചെക്കപ്പിലും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മൾ മടി കാണിക്കുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, വേണ്ട, 3:45 ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് അലക്കാം. കാരണം അലക്കാൻ കുറച്ച് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ പണികൾ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ചയല്ലേ, നിങ്ങൾക്കറിയാമല്ലോ. ഇന്നത്തെ ദിവസമാണ് ഞാൻ അടിച്ചു വാരലും നനയ്ക്കലും സൈഡ് അടിക്കലും അങ്ങനെ പണികൾ മുഴുവൻ ചെയ്യുക ഇന്നത്തെ ദിവസം. പിന്നെ ഫ്രിഡ്ജ് ഒതുക്കണം. ഞാൻ വിചാരിച്ചു ഇനി കിടന്നാലൊന്നും ശരിയാവില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോടും പറയും കേട്ടോ, മടികളോടുത്ത് ചേർത്താൻ വരും എന്ന് പറയും. അപ്പോൾ ആ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചു മടി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. വേണ്ട, നമുക്കെന്നാൽ പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ വെച്ചിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അലക്കാനായിട്ട് ഫസ്റ്റ് ട്രിപ്പ് തുണികൾ അലക്കാനിട്ടു. അതായത് നമ്മളുടെ വീട്ടിലിടുന്ന ഡ്രസ്സുകളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുമ്പോഴത്തെ കംപ്ലീറ്റ് കവറും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ വെച്ചു, ഒരു പീസ് ബ്രെഡും ബട്ടറും എടുത്ത് കഴിച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാനിതൊക്കെ സ്ഥിരം കഴിച്ചിരുന്നതാണ് ഒരു 2 ആഴ്ച മുമ്പ് വരെ. പിന്നീട് പാടില്ല എന്ന് എല്ലാവരും ഇങ്ങനെ ഏറ്റു പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചതും
ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ദിവസം ആ കഴിഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് മുന്നിലേക്ക് പോവുക, എന്നിട്ട് എന്താ വരണേന്ന് നോക്കുക, അതിൽ മാറ്റങ്ങൾ നമുക്ക് പിന്നീട് വരുത്താമെന്ന് പറഞ്ഞിട്ടാണ്. ഷുഗറും പ്രഷറും 3 നേരം നോക്കുന്നുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. അതോടുകൂടിയിട്ട് അവർക്ക് പാലൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഒരു വലിയ കപ്പിൽ ഒരു ഗ്ലാസ്സിലും പാല് കണ്ടത് എന്താണെന്ന് വെച്ചാൽ 3 ആളുടെയും പാല് ബാക്കി വരണതുണ്ടാവും. അപ്പോൾ അത് ഞാൻ അപ്പോഴത്തെ കുപ്പി കഴുകണോട് കൂടിയിട്ട് ഞാൻ പറയും നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ചോളൂ എന്നിട്ട് ഞാൻ 3 പേരുടെയും കുപ്പി കഴുകണതിന് മുമ്പായിട്ട് അതിൽ ബാക്കി വരുന്ന പാല് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും. എന്നിട്ട് ഉച്ചതിരിഞ്ഞ് ഇവർക്ക് അത് കൊടുക്കും കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇത് അലക്കാൻ എടുത്തിട്ട് സെക്കൻഡ് ട്രിപ്പ് ഞാൻ ഓൾറെഡി ഇട്ടു, സോഫ കവറും കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ആക്കണതിന് മുമ്പ് ഇവരെ ഞാൻ ആദ്യം പൂട്ടിയിടും, എന്നാലേ കാര്യമുള്ളൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ. അത് കഴിഞ്ഞ് 4 ബക്കറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിങ്ങനെ തിരഞ്ഞിട്ടിട്ട് ഇടാനാണ് എനിക്കിഷ്ടം കേട്ടോ. ട്രൗസർ ഒറ്റയ്ക്ക്, ബനിയൻ ഒറ്റയ്ക്ക്, അങ്ങനെ ഓരോന്നും സെക്ഷനായിട്ട് ഇടാനാണ് എനിക്കിഷ്ടം. എടുക്കുമ്പോഴും ഞാൻ അതുപോലെ എടുത്ത് മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് മടക്കാനും വെക്കാനൊക്കെ. എന്തോ എനിക്ക് അങ്ങനെ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ശീലമാണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ കുട്ടികൾ പറയും ഇത് എന്തിട്ടിപ്പോൾ തലക്കിടുമ്പോൾ ഇത്ര. അപ്പോൾ ഞാൻ പറയും അത് അതിൻ്റേതായ ഒരു വൃത്തിയിലിട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എടുത്ത് മടക്കി കഴിഞ്ഞാൽ ഒരു ചുളിവും ഉണ്ടാവില്ല. മറ്റേത് ഇവിടെ നിന്ന് എടുത്ത് നേരെ കൊണ്ടുവന്ന് അവിടെ ഇട്ടു, അവിടെ നിന്ന് കുറേ ചുളിഞ്ഞു, പിന്നെ മടക്കുമ്പോൾ ചുളിഞ്ഞു. അപ്പോൾ എനിക്കത് താല്പര്യമില്ല. എനിക്ക് ഇടുമ്പോഴും എടുക്കുമ്പോഴും അതിൻ്റേതായ ഒരു രീതിയിൽ എടുക്കാനാട്ടോ എൻ്റെ ഇഷ്ടം. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെ ശരിക്കും സന്ധ്യയായി. സെക്കൻഡ് ട്രിപ്പ് തിരുമ്പാനായിട്ട് അവിടെ ഇടണോട് കൂടിയിട്ട് ഞാൻ വേഗം വന്ന് സ്വിച്ച് മറ്റേ നടയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇടയിലിടയിലാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുക. എനിക്ക് ഒന്നിച്ചങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പപ്പക്കായ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 4 കഷ്ണം എടുത്ത് കഴിച്ചു. അതിൻ്റെ ഇടയിൽ ഞാൻ അക്കീനെ ഫോൺ ചെയ്തു. അപ്പോൾ കുറേ നേരം ചേച്ചിയോട് സംസാരിച്ചു. അപ്പോൾ ചേച്ചി നാളെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇനി ഇവിടെ ആയിരിക്കും ചേച്ചി താമസിക്കുക കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ എൻ്റെ വീട്ടിലല്ല കേട്ടോ, കൊഴുക്കുള്ളിയിൽ. അപ്പോൾ ഇതുവരെ പൂങ്കുന്നത്തായിരുന്നു. അപ്പോൾ നാളെ തൊട്ട് ചേച്ചി ഇപ്പോൾ കൊഴുക്കുള്ളിയിലുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയാനോ ഒന്ന് ഓടിപ്പോകാനും ഒരു സ്ഥലമായി. അപ്പോൾ ഞാൻ കുറേ നേരം സംസാരിച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഇവിടെ ഒതുക്കാനും പെറുക്കാനും വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞെങ്കിൽ ഞാനൊന്ന് പോയി. എൻ്റെ വിചാരം ചേച്ചി പൂങ്കുന്നത്ത് തന്നെയാണെന്നുള്ള ആളാണെന്ന് എന്നോട് പറഞ്ഞില്ല. ഇവിടെ തിക്കും തിരക്കും ബഹളവും കാര്യങ്ങളല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട വെച്ചിട്ട് ചേച്ചി പറയാനും നിന്നില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ 1 മണിക്കൂറോളം അങ്ങനെ സംസാരിച്ച്, കുട്ടികളാരും ഇല്ലല്ലോ അപ്പോൾ സ്വതന്ത്രമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു. ആ സമയം കൊണ്ട് അവിടെ തുണികൾ ഏകദേശം ഉണങ്ങി മറ്റേ വാഷിംഗ് മെഷീൻ നിന്നു. ആ തുണികൾ തോരിയിട്ട് പിന്നെ ഞാൻ നേരെ ഫ്രിഡ്ജിൻ്റെ അവിടേക്കാണ് കിടന്നത്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, ഞായറാഴ്ച ദിവസമാണല്ലോ ഞാൻ സാധനങ്ങൾ വാങ്ങി വയ്ക്കുക. അപ്പോൾ ഈ പ്രാവശ്യം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊന്നും വാങ്ങി വയ്ക്കായിക്കോത്. കാരണം ഞാൻ പറഞ്ഞു ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അത് ആരും പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പഴയതാവുന്നത് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. കാരണം ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ എന്ന് നമ്മൾ വാങ്ങിച്ചാലും കിട്ടുന്നത് അങ്ങനെ ഫ്രഷായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. നമ്മൾ വാങ്ങിച്ച് വെക്കണു, എടുക്കണു, നമ്മളുടെ ആവശ്യത്തിന് എടുക്കണു, അത്രയേ ഉള്ളൂ. അതും ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച്. എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകാൻ പറ്റുന്നവർക്ക് എല്ലാ ദിവസവും മാർക്കറ്റിൽ പോയി വാങ്ങിക്കാം, അല്ലെങ്കിൽ മീൻ വീട്ടിൽ വരുന്നവർക്ക് വാങ്ങിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊന്നും നമ്മൾ ആരുടെ ഇഷ്ടം നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം എല്ലാവരും അവരവരുടെ സൗകര്യത്തിനും ജീവിക്കുന്നവരാണ്. കാരണം പണ്ടത്തെ പോലെയല്ല. അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ഒതുക്കി. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ പോയി വാങ്ങിച്ച കുമ്പളങ്ങ അതൊക്കെ ബാക്കിയാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴാണ് തോന്നുന്നുണ്ട്. നാളെ ഞാൻ ബിഗ് ബസാറിൽ നിന്ന് കുമ്പളങ്ങയും ക്യാരറ്റ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്തില്ല. കാരണം നമ്മളൊക്കെ പുറത്തുനിന്നല്ലേ ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, മാമോദിസയ്ക്കായാലും കല്യാണത്തിനായാലും. പിന്നെ അതിൻ്റെ ഒക്കെ ബാക്കി രാത്രിയിലേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇന്നാണ് പടവലങ്ങി എടുത്തത്. പടവലങ്ങി പിന്നെ സാമ്പാർ എന്തോ വെച്ചത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കി വന്നപ്പോൾ അതാ നോക്കി എന്തോരം പാത്രങ്ങളായിരുന്നു. പിന്നെ കുറേ കുട്ടി കറികൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ കളഞ്ഞു. കാരണം ഞാനാണ് ശരിക്കും ഫ്രിഡ്ജ് ഒതുക്കണ ആൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യെത്തിയാൽ എനിക്കും ഒരു സമാധാനമുള്ളൂ. കുട്ടികൾക്കും അതിനുള്ള നേരമൊന്നും കിട്ടാറില്ല. അവർ ചെയ്ത് തന്ന് പോണത് തന്നെ വലിയ കാര്യമെന്ന് വിചാരിക്കുക. കാരണം ഒരാൾ 2 ആളെ ഇട്ടിട്ടും ഒരാളെ ഇട്ടിട്ടാണ് അവർ പോയി തിരിച്ച് വരുന്ന ആ 3 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇവർ പെട്ടപ്പെട്ടേന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മളിങ്ങനെ എന്താ പറയുക നെഞ്ചിടിച്ച് നോക്കിയിരിക്കണം ഇവർ 3 ആളും കൂടി ഇരിക്കുന്ന സമയം. ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കണം. നമുക്കിങ്ങനെ പേടിയാവും. അവർക്കറിയില്ലല്ലോ, അവർ ചാടും, ഓരോന്നിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടലും ഒഴുകലും വെള്ളത്തിൽ കളിക്കലും അങ്ങനെയായിട്ട്.
അപ്പോൾ ഇത് കണ്ടു, നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ ആഴ്ച നമ്മൾ മാർക്കറ്റിൽ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് വാങ്ങിയ വേപ്പിലയാണ്, ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഴുകിയിട്ടല്ല ഞാൻ വെക്കാറ്. ഞാൻ ഉതിർത്തി എടുത്തിട്ട് അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ച്, മുകളിലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് അങ്ങനെ വെക്കും. എടുക്കണ സമയത്താണ് ഞാനത് കഴുകുക. എടുക്കണ സമയത്ത് ഒന്ന് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട്, സംഭവം വെളിച്ചെണ്ണയിൽ നമ്മൾ ഇടുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും. എന്നാലും എനിക്ക് ഇഷ്ടം അതാണ്. കാരണം മറ്റോണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കഴിയുമ്പോഴേക്കും അടിയിലിങ്ങനെ വെള്ളത്തിലിങ്ങനെ ചീഞ്ഞ് കറുത്ത കളറായിട്ടിരിക്കും. ഇത് മുളക് ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, പച്ചമുളക് ഇപ്രാവശ്യം കഴുകിയിട്ട് വെച്ചതുകൊണ്ട് തന്നെ പകുതി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, പകുതി ഞാൻ മുമ്പത്തെ അതിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കഴുകി വെച്ച സാധനം എങ്ങനെ വന്നാലും ഒരു അഴുകിയ പോലെയാവും. അപ്പം ഞാൻ കുട്ടികളോട് പറയും, മക്കൾ ഞെട്ടി പൊട്ടിച്ചിട്ട് അതിനകത്ത് വെച്ചോ, ഇല്ല പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വെച്ചിട്ട് എടുക്കണ നേരത്തെ ഒന്ന് കഴുകിയിട്ട് എരിഞ്ഞാൽ മതി, അതാവും ഏറ്റവും നല്ലത് എന്ന് പറയും ഞാൻ. എങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ടാലും അതിൽ എന്താ പറയുക, ആ വെള്ളം ഇറങ്ങിയിട്ട് പച്ചമുളക് എന്ത് തന്നെയായാലും കേടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ കുറേ തരം കുട്ടി ഇത് എന്നത്തെയോ ഒരു ചമ്മന്തിയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ആ സമയപ്പോഴേക്കും ഡാഡി തിരിച്ചു വന്നു. ഡാഡി വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വന്നേട്ടോ, പാല്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും ഗുഡ് ലൈഫ് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ഞാൻ പാല് വെക്കാൻ നോക്കിയപ്പോഴാണ് പലതരം പല പാക്കറ്റിൽ ഒരു കഷ്ണം 2 കഷ്ണമൊക്കെ ആയിട്ടുള്ള ബ്രെഡ്, ഈ ഒരാഴ്ചയിലത്തെ ബ്രെഡുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അതെല്ലാം കൂടി ഒന്നിച്ചാക്കി. അപ്പോൾ ഞാനത് കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണാം. അതുപോലെ മുട്ട കഴിഞ്ഞു, അറിഞ്ഞില്ല, ഇന്നാണ് ലാസ്റ്റ് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഡിവൈനാ തോന്നുന്നുണ്ട് ലാസ്റ്റത്തെ എടുത്തത്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറന്നുപോയി. പിന്നെ ആദ്യം ഡിമ്പിളിൻ്റെ കൂടെ പുറത്ത് പോയി, പിന്നെ പർച്ചേസിങ്ങിന് പോയി, കുറേ പിന്നെ പറഞ്ഞു ഞാനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാല് വാങ്ങിക്കാനായിട്ട് മറന്നുണ്ടായിരുന്നു മുട്ട വാങ്ങിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു സാരില്ലേ, നാളെ ഇപ്പോൾ മുട്ടയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പാല് കൊണ്ടുവന്നത് ഞാൻ ഒതുക്കി വെച്ചു. മുട്ട ട്രേ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഗുഡ് ലൈഫ് ഞാൻ പൊട്ടിച്ചത്, ഞാൻ ചായക്ക് ഗുഡ് ലൈഫാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പാലുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് എടുത്ത് തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ സ്വീറ്റ്സ് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നത്, പിന്നെ ആൻസം കൊണ്ടുവന്നതൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അധികം ആരും മധുരമല്ലേ അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ, നിർബന്ധിക്കൂല കേട്ടോ. ഞാൻ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കൊടുക്കും. ഇത് നമ്മുടെ രസമാണ് കേട്ടോ, നമ്മുടെ പിഷാരഡീസിലത്തെ രസം. എനിക്കത് എടുത്ത് പകർത്താൻ നോക്കിയപ്പോൾ എനിക്കത് കളയാൻ തോന്നിയില്ല, കാരണം നല്ല തെളിഞ്ഞ നല്ല രസം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പിന്നെ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചാൽ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ വെച്ചു. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കളയാനുള്ള സംഭവങ്ങളും എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് നമ്മുടെ സെറ്റ് കേർഡാണ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ സെറ്റ് കേർഡ് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടെ, നമുക്ക് എല്ലാത്തിനും നല്ലതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായാലും അതിലെന്തെങ്കിലും ഫ്ലേവർ ഇട്ടിട്ട് കൊടുത്താലും കുട്ടികൾക്ക് നല്ലതാണ്, പിന്നെ എല്ലാവർക്കും നല്ലതാണ്. എനിക്ക് മെയിനായിട്ട് കേട് കഴിക്കണം, അപ്പോൾ എപ്പോഴും അതുകൊണ്ടാണ് കേട്ടോ സെറ്റ് കേട് നമ്മുടെ വീട്ടിൽ കാണുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട് ഇത് എപ്പോഴും ഇതിങ്ങനെ വാങ്ങിക്കണേ, 2-3 വീതം വാങ്ങിക്കണ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അധിക ഭാഗം ഒരേ കുഞ്ഞിയ കപ്പിൽ ഈ സെറ്റ് കേട് എടുക്കും. ശരിക്കും പറഞ്ഞാൽ പഞ്ചസാര ഇട്ട് കുടിച്ചാൽ വണ്ണം വെക്കും കേട്ടോ. ആരെങ്കിലും വണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ സെറ്റ് കേട് എടുത്തിട്ട് രാത്രിയിൽ തൈരിൽ അങ്ങനെ പറയാം, പഞ്ചസാര ഇട്ടിട്ട് കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുമെന്ന് പറയും. ഞാനതൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇന്നലത്തെ പൂരിയുടെ മസാല ബാക്കി, നല്ല ടേസ്റ്റുള്ള മസാലയുണ്ട്, അതുകൊണ്ട് അത് കളയാൻ തോന്നിയില്ല. പിന്നെ നൂലപ്പം, ഇന്നലെ അപ്പവും നൂലപ്പവും വാങ്ങിച്ചാൽ നൂലപ്പം 2 ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ വെച്ചു. പുട്ട് ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ എടുത്ത് കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇത് പിന്നെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. കളയാനുള്ളതൊക്കെ ഞാൻ കളഞ്ഞു. അപ്പോൾ അതേ ബാക്കിയുണ്ടായിരുന്ന പച്ചമുളക് ഇതൊക്കെ ഞാൻ ബോക്സുകളാക്കിയിട്ട്, കുട്ടി ബോക്സുകളാക്കി, ഒക്കെ വലിയ ബോക്സിലായിരുന്നു. അതൊക്കെ ഒരാഴ്ചയോട് കൂടിയിട്ട് പതുക്കെ ഇതിപ്പോൾ 2 ദിവസം നമ്മൾ ഭക്ഷണം വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഈ തക്കാളിയൊക്കെ ബാക്കി വന്നത്. ശരിക്കും തക്കാളി സവോളയൊക്കെ കഴിയാറുണ്ട് കേട്ടോ, ഒരാഴ്ച അവസാനിക്കുന്നതോട് കൂടിയിട്ട് എല്ലാതും കഴിയാറുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കണക്കുണ്ടല്ലോ സാധനങ്ങൾ വാങ്ങിക്കണേന്. അങ്ങനെ ഇത് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ 2 കള്ളി മുഴുവൻ കാലിയായി. ഇത് നമ്മുടെ ഉണക്കിയ സവോളയാണ് കേട്ടോ, ഉണങ്ങിയ സവോളയാണ്. ഇത് നമ്മുടെ ഫ്രൂട്ട്സ് നമ്മളുടെ കിച്ചണിൽ 2 ദിവസം അതിലിരിക്കുന്നു. അപ്പോൾ ഞാനതെടുത്ത് ബോക്സിലാക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ 2 കള്ളി ഒഴിച്ചിട്ടു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയണ പോലെ ഞാൻ ഇന്നും പറയാണ്, എനിക്ക് ഫ്രിഡ്ജിൻ്റെ മാറ്റ് കഴുകി വയ്ക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ചിലപ്പോൾ വെള്ളത്തിലിട്ട് ഒന്ന് എന്താ പറയുക കുതിർത്തിയാൽ ചിലപ്പോൾ അത് ക്ലീൻ ആവുമായിരിക്കും, പക്ഷേ എനിക്കതിനുള്ള നേരം കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ തുടച്ചെടുക്കും, അതുപോലത്തെ ആ കറുപ്പ് കളറൊക്കെ അതുമുണ്ട്,
ഞാൻ തുടച്ചെടുക്കും. റബ്ബറാണത് ശരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും നോക്കിയപ്പോഴാണ് ചീസ് കഴിഞ്ഞിട്ടുണ്ട്. ചീസ് അത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചീസ് വേഗം അതിലേക്ക് എടുത്തിട്ടു. അപ്പോൾ ഇട്ടില്ല ഞാൻ. നേരെ ആ കവറടക്കം വെച്ചു. കാരണം ചീസ് ഇങ്ങനെ പുറത്തേക്ക് ഇരിക്കണ കാണുമ്പോൾ കുട്ടികൾക്കൊരു പൂതിയാണ്. എന്നിട്ട് അവരത് തുറന്നിട്ട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും ചിലപ്പോൾ അത് തുറന്നെടുത്തിട്ട് അവിടെ വയ്ക്കും. ചീസ് കുറേയും കൂടി ഇഷ്ടം പാച്ചുവിനാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഭാഗം കഴിച്ച് കഴിഞ്ഞ് ഫ്രീസർ എടുത്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇരിക്കിൻ്റെ, അപ്പോൾ അതെടുത്ത് ഒതുക്കി വെച്ചു. ചിക്കുവും ചക്കയും ഞാൻ കളിയാക്കുമായിരുന്നു. ചിക്കുവും ജാക്ക് ഫ്രൂട്ടും അതാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഇവിടെ പാച്ചുവോ തോമോ അങ്ങോട്ട് തിന്നതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തത് ഇതിനകത്ത് ബാക്കിയുള്ളത് ഇട്ടു. അങ്ങനെ ഞാൻ നോക്കി സാധനങ്ങൾ നാളേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ കുറച്ച് ബോൺലെസ്സിൻ്റെ ചിക്കൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുട്ടികൾക്ക് നാളെ എങ്ങാനും വറുത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ചക്ക വരട്ടിയത് കുറിഞ്ഞത്, കുറച്ച് നാളികേരം ചിരകിയത്, ഇത്രയൊക്കെയാണ് ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞു. പട്ടിക്കുള്ള ഇറച്ചി വരെ കഴിഞ്ഞു. ഇന്നൊക്കെയുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും ഓരോ ഭാഗവും ഒതുക്കി ഫ്രിഡ്ജിൻ്റെ ആ പണി അങ്ങോട്ട് കഴിച്ചു. പക്ഷേ സമയം കുറേ ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇടയിൽ ഇങ്ങനെ അതും ഇതൊക്കെ കഴിക്കണ കാരണം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ വിചാരിക്കും ഡാഡി എവിടെ പോയിന്ന്. ഡാഡീനെ ഞാൻ അക്കിയുടെ വീട്ടിലേക്ക് വിട്ടു. കാരണം എനിക്ക് എന്തായാലും ഇതൊക്കെ കഴിയാണ്ട് പോകാൻ പറ്റില്ല. അപ്പോഴേക്കും അവിടുത്തെ ഒതുക്കൽ കഴിഞ്ഞ് ചേച്ചി മടങ്ങും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡിയോട് ഒന്ന് പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ഡാഡീനെ അവിടെ വിട്ടു. അപ്പോൾ ഡാഡി പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ജോർജേട്ടനും ഉണ്ടായിരുന്നു. മൂന്നാളും കൂടി കുറേ നേരം സംസാരിച്ചു. എല്ലാ ഭാഗങ്ങളും ക്ലിയറാക്കി. അപ്പോൾ ചേച്ചി എൻ്റെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ ചേച്ചിയുടെ പോലെയാണെന്ന് പറയാം. വീട് ഒതുക്കാനും പെറുക്കാനും ക്ലീനാക്കി വെക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ചേച്ചിക്ക് കാല് വയ്യാത്തതൊന്നും ഒരു പ്രശ്നമല്ല. മൂപ്പര് അവിടെ ഇരുന്നും കൊണ്ട് ഓരോ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. പിന്നെ ഓരോ വർക്ക് ചട്ടിമ അത് നിങ്ങൾക്കറിയാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു ദിവസം ഞാൻ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോഴേക്കും ഇത് കണ്ടു, എവിടെ എനിക്ക് ഫുൾ പാത്രങ്ങളായി. അതായത് ഫ്രിഡ്ജ് വെടുപ്പാക്കിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കംപ്ലീറ്റ് പാത്രങ്ങളായി. സമയം എത്രയെന്ന് നോക്കിയാൽ 7:45 അപ്പോൾ ഞാൻ വിചാരിച്ചു ഡാഡി വരണേലും മുമ്പ് ഇതൊക്കെ ഒന്ന് ഒതുക്കണം. കാരണം ഓർണമെൻറ്റ്സ് പ്ലേറ്റ് ചെയ്തത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് വേണം അതാത് ബോക്സുകളിലേക്ക് ആക്കാനായിട്ട്. അങ്ങനെ പണികൾ ഒന്നിന് പിന്നാലെ ഒന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് തോന്നുക. ഇതാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഫോണിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ടിട്ടോ യൂട്യൂബ് കേട്ടിട്ടോ, അധിക ഭാഗം ഞാൻ ഏഷ്യാനെറ്റിൽ സ്റ്റാർ സിംഗർ അല്ലെങ്കിൽ ടോപ്പ് സിംഗർ അങ്ങനത്തെ കാര്യങ്ങളാട്ടോ കേൾക്കുക. അപ്പോൾ ഞാൻ ഒരേ ഭാഗം ഒതുക്കി വന്നപ്പോഴാണ് മിനിഞ്ഞാന്ന് ഈ പറഞ്ഞ പോലെ മാതാവിൻ്റെ രൂപം പെട്ടെന്ന് വീണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം മിനിഞ്ഞാന്നാണ് ഞാൻ നോക്കുമ്പോൾ ഇത് വീണ് കിടക്കണു. അപ്പം ഞാൻ വേഗം അതെടുത്ത് അലമാരിയുടെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഡബിൾ ടേപ്പിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സ്ട്രോങ് ഡബിൾ ടേപ്പാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് വലിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് അത് വെക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ അതെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഫെവിക്വിക്ക് ഉണ്ടല്ലോ അതിലാണ് പിന്നെ ചെയ്തത്. അപ്പം മാതാവിനെ ഞാൻ നല്ലോണം തുടച്ചു. ഞാൻ അടുത്ത് പിടിച്ച് നോക്കിയപ്പോഴാണ് അതും അവിടെ ഇവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ നല്ലോണം തുടച്ചിട്ട് രണ്ടാമത് നമ്മൾ അവിടേക്ക് കയറ്റി വെച്ചു. ഇത് ശരിക്കും ചന്ദനം പോലെയാണ് കേട്ടോ. അത് നല്ല എന്താ പറയുക, എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല, നല്ല ചന്ദനം പോലെയാണത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീട് ഞങ്ങൾ ഒതുക്കി വന്നപ്പോൾ തൊട്ട് ഈ മാതാവിൻ്റെ സ്ഥാനം ഇവിടെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുമ്പ് മാതാവ് വീണു എന്ന് പറഞ്ഞില്ലേ, വീണപ്പോൾ ഞാനത് മാറ്റി വെച്ചു. അത് അറിയാണ്ട് ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റും അതും കൂടി തിങ്ങി വന്നപ്പോൾ തട്ടി വീണിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ പാത്രങ്ങൾ ഓരോന്ന് കഴുകി ഒതുക്കി അതാത് സ്ഥാനങ്ങളിൽ വെക്കണം. അപ്പോഴാണ് ഇതൊന്ന് സ്ഥാനം തെറ്റിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അത് അതിൻ്റെ സ്ഥാനത്ത് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾ എടുക്കുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ അവസാനിപ്പിച്ച് വേഗം പണി തീർത്ത് ഓടിപ്പോവും. പിന്നെ അതാത് സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വെക്കുന്ന പണി എനിക്കാണ് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നോക്കിയപ്പോഴാണ് എല്ലാത്തുമ്മയും റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചേക്കുക. എല്ലാ ഈ ഹാൻഡിലുമ്മയും റബ്ബർ ബാൻഡ് ഉണ്ട്. എനിക്കാന്ന് വെച്ചാൽ അത് അധികം കാണാൻ വലിയ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇത് മെക്ക റബ്ബർ ബാൻഡ് ഇട്ടില്ല. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഈ റബ്ബർ ബാൻഡ് ഇട്ടിട്ടുള്ള ഈ കറികളും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നല്ലോ. അപ്പോൾ അത് എളുപ്പത്തിന് അവിടെ ഇട്ടത്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് ഈ റബ്ബർ ബാൻഡുകളും പിന്നെ ബ്രെഡിൻ്റെ മറ്റേ ഒരു എന്താ പറയുക കെട്ടണ സംഭവമില്ലേ, ഇത് രണ്ടും ഞാൻ ഈ ഒരു കുപ്പിയിലാണ് ഇട്ട് വയ്ക്കുക കേട്ടോ. ആ ബ്രെഡിൻ്റെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്ന് വേണമെങ്കിൽ അതെടുക്കാം റബ്ബർ ബാൻഡ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ച് പൗഡർ ഇട്ട് വെക്കണം.
അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. പൗഡർ ഇടുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി പൗഡർ ഇട്ടിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും റബ്ബർ ബാൻഡ് വെച്ചാൽ ഓടി വന്ന് അത് എടുക്കാം. അല്ലെങ്കിൽ മറ്റേ സാധനം ഞാൻ മിക്കവാറും മണി പ്ലാന്റിൻ്റെ വള്ളി കെട്ടാനായിട്ട് ഈ ബ്രെഡിൻ്റെ സംഭവമാണ് കേട്ടോ എടുക്കാം. അങ്ങനെ ഈ ഭാഗം ക്ലിയറായി. പട്ടികൾക്കുള്ളത് കാല് തിളച്ചുകൊണ്ടിരിക്കണം. വെറുതെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് ഞാനത് വേവിക്കുക കേട്ടോ. വേവിച്ചില്ലെങ്കിൽ അവർക്ക് ഇഷ്ടമാണ്. എന്നാലും ചില ദിവസം ഞാനൊന്ന് വേവിച്ച് കൊടുക്കും. അപ്പോൾ അത് നഖമൊക്കെ അവർ തന്നെ കളയാണ് ചെയ്യുക. ആദ്യം ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുമെന്ന്. ഇവരെ സംബന്ധിച്ച് ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ ഇപ്പോൾ ഡാഡി അപ്പോഴേക്ക് വക്കിയുടെ വീട്ടിൽ നിന്ന് വന്ന് സാധനങ്ങൾ പൊട്ടിച്ചപ്പോൾ ഞാൻ വന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എടുത്തിട്ട് ഞാൻ പോയി. കാരണം നിങ്ങൾ എൻ്റെ കിച്ചൺ കണ്ടില്ലേ, കംപ്ലീറ്റ് വലിച്ചു വാരിയിട്ടേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഓർഡറും കാര്യങ്ങളും അയക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിക്കും തിരക്കില്ല. നാളെ അയച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് അപ്പോഴാണ് എൻ്റെ മാല ഊരി വെച്ചേക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ പണികൾ എടുക്കുമ്പോൾ അതിങ്ങനെ അവിടെ ഊരി വെക്കും കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തിയിടും. അപ്പോൾ അങ്ങനെ ഇത് കുറേ മോതിരങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടമാനം വന്നിട്ടുണ്ട്. പലതരം മോതിരങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് മോതിരങ്ങൾ കാണിക്കാനാണ്. കാരണം അതിങ്ങനെ വിരലും ഇട്ടിട്ട് കാണിക്കണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അത് കാണിക്കാൻ. ഇഷ്ടം പോലെ മോതിരങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് മാത്രം. അങ്ങനെ ക്രിസ്റ്റലിൻ്റെ ലോക്കറ്റ്, പിന്നെ ക്രിസ്റ്റലിൻ്റെ മാല ഒക്കെ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒക്കെ ഓർഡർ അനുസരിച്ചുള്ളത്. ഇത് 5 പിടിയുടെ മാലകളാണ് കേട്ടോ. 5 പിടിയുടെ മാലകളാണ്. കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ പേരായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 5 പിടിയുടെ മാലയാണത്. അപ്പോൾ അങ്ങനെ ഞാൻ വിശദീകരിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ എടുത്തില്ല. കാരണം എനിക്കതിനുള്ള നേരം കിട്ടിയില്ല. ഇത് നമ്മുടെ നവരത്നത്തിൻ്റെ വളയാണ്. അപ്പോഴേക്കും എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, തുണികൾ അങ്ങനെ അവിടെ എടുക്കുക, അത് മടക്കാനുള്ള നേരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ടാവാം. ഞാൻ സന്ധ്യ നേരത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയി ഇവർക്കുള്ള ഭക്ഷണം ഞാൻ നേരത്തോടെ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു 2 സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ശരിക്കും സോഫയ്ക്ക് കവറ്. ഒരെണ്ണം ഇപ്പോഴും പുതിയതായിട്ട് തന്നെ അവിടെ ഇരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഒന്ന് ഊരിനോട് കൂടി മറ്റേത് ഇടാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിപ്പോൾ നാളെ ഉണങ്ങുകയാണെങ്കിൽ നേരെ അത് തന്നെ എടുത്ത് ഇടാമല്ലോ. ഇന്നിപ്പോൾ കുട്ടികളും ഇല്ലല്ലോ ഇവിടെ, കുട്ടികളൊക്കെ പോയേക്കല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടേക്കണത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും. കാരണം ഡ്രയറിൽ ഇട്ടിട്ടുള്ള സംഭവമല്ലേ. അങ്ങനത്തെ ഇത്രയും പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകിയിട്ട് കമത്തി വെച്ചത്. ഇനിയിപ്പോൾ നാളേക്കാണ് ഇതൊക്കെ ഒതുക്കാനുള്ളത്. അങ്ങനെ സമയം നോക്കി എത്രയാന്ന് 9:45. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. അപ്പോൾ ചോറും കറികളും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചൂറ്റി ചോറ്. കാരണം തിളപ്പിച്ചൂറ്റിയ ചോറ് നല്ലതാണ് ഷുഗറുകാർക്കെന്ന് പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും കുറച്ച് ചോറ് കഴിക്കണത് എടുത്തിട്ട് തിളപ്പിച്ചൂറ്റിയിട്ടാണ് കേട്ടോ സാധാരണ കഴിക്കാറ്. അപ്പോൾ ഞാനും ഡാഡിയും ഈ കുട്ടികൾ വരണതിന് മുമ്പായിട്ട് കഴിച്ചു. അപ്പോൾ ഡോണും ഡിവൈനും കഴിച്ചിട്ടാണ് വന്നത്. കുട്ടികളും അവർ ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വരുമ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ പണികളും കഴിച്ചു വെച്ചു. അല്ലെങ്കിൽ ഇനി ലേറ്റ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പരിപാടികൾ അങ്ങോട്ട് കഴിഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു. നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിക്കണം കേട്ടോ. ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ സന്ധ്യ നേരത്താണ് ഞാൻ എന്നും വൈൻഡപ്പ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ.